ടീച്ചേഴ്സ് അക്കാഡമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രാജു, നിങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. കാറ്റഗറി 1-ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് വരുന്നതാണ് കോംപ്രിഹെൻഷൻ. ഈ കോംപ്രിഹെൻഷൻ നമുക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പറ്റുക, കോംപ്രിഹെൻഷനെ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് കോംപ്രിഹെൻഷൻ വായിക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ട് കോംപ്രിഹെൻഷൻ വായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു കോംപ്രിഹെൻഷൻ ജസ്റ്റ് കാണിച്ചു തരാം. വിൽബർ റൈറ്റ് വാസ് ബോൺ ഇൻ 1867. ഹിസ് ബ്രദർ ഓർവിൽ വാസ് ബോൺ ഇൻ 1871. They were the first people in the world to fly an aeroplane. Aeroplane related ആയിട്ടുള്ള കാര്യം പറയുന്നത്. The Wright brothers had always liked to make things. When they were children, they made their own toys. They also liked to fix things. When they got older, they opened a bicycle shop. They built bicycle and repaired broken bicycle. The Wright brothers wanted to build something else. They wanted to construct a machine that could fly. They began to work on an airplane. The first airplane had big wings like a bird. This plane did not stay in the air. They needed to build a plane with an engine, but most engines were too heavy. They needed to build a much lighter engine. The Wright brothers worked hard. They built a very light engine for their airplane. They took it to the Kitty Hawk, North Carolina to test it out. On December 17, 1903, they tested their new plane at Kitty Hawk. Their plane flew. All of their hard work had finally paid off. Today you can see the plane that the Wright brothers flew at the National Air Museum in Washington, D.C. അപ്പോൾ ഇത് നന്നായിട്ട് വായിക്കുക. ഇവിടെ നമ്മൾ റൈറ്റ് ബ്രദേഴ്സിൻ്റെ പ്ലെയിൻ നിർമ്മാണത്തെക്കുറിച്ചാണ് പറയുന്നത്. വ്യക്തമായിട്ട് പകുതി വായിച്ചിട്ട് ഒരിക്കലും ആൻസർ ചെയ്യാൻ പോരുത്. പൂർണ്ണമായിട്ടും വായിച്ചിട്ട് മാത്രം ക്വസ്റ്റ്യനിലേക്ക് എത്തുക. ഇപ്പം നമുക്ക് നോക്കാം. വൈ ഡിഡ് റൈറ്റ് ബ്രദേഴ്സ് ടേക്ക് ദെയർ ന്യൂ എയർപ്ലെയിൻ ടു കിറ്റി ഹോക്ക്, നോർത്ത് കരോളൈന? എന്തുകൊണ്ടാണ് നോർത്ത് കരോളൈനയിലേക്ക് കൊണ്ടുപോയേ എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? ടു ടെസ്റ്റ് ഇറ്റ് ഔട്ട്. അത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ടു ടെസ്റ്റ് ഇറ്റ് ഔട്ട്, അത് നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇവിടെ ഓൾറെഡി നമുക്ക് ആ വേർഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ടു ടെസ്റ്റ് ഇറ്റ് ഔട്ട്, എന്തിനു വേണ്ടിയിട്ടാണ് അവർ കൊണ്ടുപോയി എന്ന് നമുക്ക് നോക്കിയാൽ കാണാം. ഇവിടെ നമുക്ക് കാണാം. ഓൺ December 17, 1903 they tested their new plane at Kitty Hawk. അത് തന്നെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മുഴുവൻ വായിച്ചാലേ നമ്മൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടുള്ളൂ. ഇനി അടുത്ത ചോദ്യം, വിച്ച് വേർഡ് ഔട്ട് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബെസ്റ്റ് ഡിസ്ക്രൈബ് റൈറ്റ് ബ്രദേഴ്സ്? റൈറ്റ് ബ്രദേഴ്സ് ചെയ്ത കാര്യങ്ങളിൽ ഈ 4 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ഏതാ ക്ലിയർ ആയിട്ട് വരാറ്? ലക്കി ആണോ, ട്രൂത്ത്ഫുൾ ആണോ, ഡീസൻ്റ് ആണോ, ഹാർഡ് വർക്കിംഗ്? ഒരു പ്ലെയിൻ ക്രിയേഷൻ നമ്മൾക്കറിയാം. ഇതിൽ വായിച്ചപ്പോൾ തന്നെ ഒരുപാട് അധ്വാനിച്ചത് കൊണ്ട് വരുന്നത് ഹാർഡ് വർക്കിംഗ് എന്നുള്ളതാണ്. ഇനി ദേ ഓൾസോ ലൈക്ക് ടു ഫിക്സ് തിങ്സ് എന്നാണ്. ഇൻ ദിസ് സെന്റൻസ് ദ വേർഡ് ഫിക്സ് ബിലോങ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് വേർഡ്സ് എന്നാണ്. ഫിക്സ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അതായത് ഓരോ കാര്യങ്ങളെയും ദേ വാണ്ടഡ് ടു ഫിക്സ് തിങ്സ് എന്നാണ്. ഈ ഫിക്സ് തിങ്സ് എന്ന് പറഞ്ഞാൽ പേസ്റ്റ്, ഗ്ലൂ, യുണൈറ്റ് അതാണോ? ഒബ്സർവ്, അനലൈസ്, അസസ് അതാണോ? റിപ്പയർ, മോഡിഫൈ, റെക്ടിഫൈ, കൺസിഡർ, ഇവാലുവേറ്റ്, ജഡ്ജ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലെയിൻ്റെ നിർമ്മാണം ആകുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന കാര്യം എന്താണ്? റിപ്പയർ ചെയ്യുക, മോഡിഫൈ ചെയ്യുക, റെക്ടിഫൈ ചെയ്യുക. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത്, ദ റൈറ്റ് ബ്രദേഴ്സ് വാണ്ടഡ് ടു ബിൽഡ് എ മെഷീൻ. എങ്ങനത്തെ മെഷീനാണ് പറയുന്നത്? ദാറ്റ് വാസ് ലൈറ്റ്, ദാറ്റ് കുഡ് ലിഫ്റ്റ് തിങ്സ്, ദാറ്റ് വാസ് ഹെവി, ദാറ്റ് ദേ കുഡ് ഫ്ലൈ. അവർക്ക് പറപ്പിക്കാൻ പറ്റുന്നത്. റൈറ്റ് ബ്രദേഴ്സ് വാണ്ടഡ് ടു ബിൽഡ് എ മെഷീൻ ദേ കുഡ് ഫ്ലൈ. പറപ്പിക്കാൻ പറ്റുന്നതാണ് വേണ്ടത്. ലൈറ്റാണ് ആവണമെന്നാണ്, പക്ഷെ ഏറ്റവും പ്രധാനം ലൈറ്റായിട്ട് അത് എന്ത് ചെയ്യണം? പറക്കണം. 125ാമത്തെ ചോദ്യം, which one of the following sentence is true according to the passage above? The first airplane Wright brothers built had a big wings. നമ്മൾക്കറിയാം ബിഗ് വിങ്സ് ഉണ്ടായിരുന്നു.
ദ ഫസ്റ്റ് എയർപ്ലെയിൻ റൈറ്റ് ബ്രദേഴ്സ് ബിൽഡ് ലുക്ക് ലൈക്ക് എ ബീസ്റ്റ്, തെറ്റാണ്. ദ ഫസ്റ്റ് എയർപ്ലെയിൻ റൈറ്റ് ബ്രദേഴ്സ് ബിൽഡ് സ്റ്റേഡ് ഇൻ ദ എയർ, തെറ്റാണ്. ഡിഡ്ന്റ് സ്റ്റേ ഇൻ ദ എയർ എന്നാണ്. ദ ഫസ്റ്റ് എയർപ്ലെയിൻ റൈറ്റ് ബ്രദേഴ്സ് ബിൽഡ് ഹാഡ് എ ലൈറ്റ് എഞ്ചിൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വിങ്സിനെക്കാട്ടിലും ലൈറ്റ് എഞ്ചിൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ലൈറ്റ് എഞ്ചിൻ. അപ്പോൾ ശ്രദ്ധിക്കാം. ഇനി അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദ സെന്റൻസ് വിച്ച് ഇസ് നോട്ട് ട്രൂ അക്കോർഡിംഗ് ടു ദ പാസേജ്. ഇതിൽ നമ്മൾ പറഞ്ഞതിൽ ഏതാണ് ശരിയല്ലാത്ത? റൈറ്റ് ബ്രദേഴ്സ് റിപ്പയർഡ് ബൈസൈക്കിൾസ് ചെയ്തിരുന്നതാണ്. റൈറ്റ് ബ്രദേഴ്സ് ഗ്യാവ് ബൈസൈക്കിൾ ഫോർ റെന്റ്, ഒരിക്കലും റെന്റിന് കൊടുത്തു എന്ന് പറഞ്ഞിരുന്നില്ല. സോ ദിസ് ഈസ് നോട്ട് ട്രൂ. പ്രത്യേകം ശ്രദ്ധിക്കണം, നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ബിൽഡ് ബൈസൈക്കിൾസും ശരിയാണ്, ഓപ്പൺഡ് എ ബൈസൈക്കിൾ ഷോപ്പ് അതും ശരിയാണ്. ഇനി അടുത്ത് നമ്മുടെ കോംപ്രിഹെൻഷൻ സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. ചൂസ് ദ ബെസ്റ്റ് ഓപ്ഷൻസ് ഫ്രോം ദ വൺസ് ഗിവൻ. പെഡഗോജിയിലത്തെ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് വേർഡ് വിച്ച് ഗ്രൂപ്പ് കണ്ടെയ്ൻ ഓൺലി ലാംഗ്വേജ് ഡിസ്കോഴ്സ്. ഇതിൽ ഏതാണ് ലാംഗ്വേജ് ഡിസ്കോഴ്സ്? പ്രധാനമായിട്ടുള്ള നമ്മളെ ലാംഗ്വേജ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ്, സ്പീക്കിംഗ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിലത്തെ ലാംഗ്വേജ് ഡിസ്കോഴ്സ് ഓപ്ഷൻ ബി ആയിട്ടുള്ള ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ആണ്. അടുത്ത്, ദ ലാംഗ്വേജ് ഫംഗ്ഷൻ എക്സ്പ്രസ്ഡ് ഇൻ ദ സെന്റൻസ് ഷീ ക്യാൻ ലിഫ്റ്റ് ദ ടേബിൾ. ക്യാൻ എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? എബിലിറ്റിയെ. അപ്പോൾ ഇത് ഏത് ലാംഗ്വേജ് ഫംഗ്ഷൻ ആണ് ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എബിലിറ്റി എന്ന് വ്യക്തമായിട്ട് പറയാം. അടുത്ത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എഫക്റ്റീവ് സ്ട്രാറ്റജി ഫോർ ക്ലാസ് റൂം മാനേജ്മെന്റ്. ഒരു ക്ലാസ് റൂമിലെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു മെത്തേഡ് ഈ പറയുന്നതിൽ ഏതാണ്? ഒന്ന്, ഇമ്പോസ് പണിഷ്മെന്റ് ഓൺ സ്റ്റുഡൻസ് ഹു ആർ ഇൻഡിസിപ്ലിൻഡ്. അതായത് ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിൽ പനിഷ്മെന്റ് നൽകുക. ലെറ്റ് ദ സ്റ്റുഡൻസ് ഡു വാട്ട് എവർ ദേ വാണ്ട്. അവരെന്താ ചെയ്യുന്നത് അങ്ങനെ ചെയ്തോട്ടെ എന്ന് വെക്കുക. കീപ് ദ സ്റ്റുഡൻറ് എൻഗേജ്ഡ് ഇൻ കെയർഫുള്ളി പ്ലാൻഡ് ആക്ടിവിറ്റീസ്. അവർ ഓരോ പ്ലാൻ ചെയ്തിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസിൽ അവരെ പൂർണ്ണമായിട്ട് എൻഗേജ് ചെയ്യുക. ആസ്ക് ദ സ്റ്റുഡൻസ് ഹു ആർ ഇൻഡിസിപ്ലിൻ ടു ഗോ ഔട്ട് ഓഫ് ദ ക്ലാസ്. ക്ലാസ്സിൽ നിന്ന് ഇൻഡിസിപ്ലിൻ സ്റ്റുഡൻസിനോട് പുറത്തു പോകാൻ പറയാം. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ലത് എഫക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കി എന്താ പറയുക, ഇൻഡിസിപ്ലിൻഡ് ആവുന്നതും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ഓരോരോ വികൃതികളും ഇതൊന്നും ഇല്ലാതിരിക്കണം വെച്ചാൽ എന്ത് ചെയ്യണം? അവരെ എൻഗേജ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇതാണ് കീപ് ദ സ്റ്റുഡൻറ് എൻഗേജ്ഡ് ഇൻ കെയർഫുള്ളി പ്ലാൻഡ് ആക്ടിവിറ്റീസ്. അടുത്ത്, ഗിവിംഗ് ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻറ് വൈൽ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ആർ ഇൻ പ്രോഗ്രസ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ്. അതായത് ക്ലാസ് റൂം ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫീഡ്ബാക്ക് നൽകാൻ പറ്റുന്ന ഒരു ഉദാഹരണം ഇതിൽ ഏതാണ്? ഫോർമാറ്റീവ് അസസ്മെന്റ്, സമേറ്റീവ് അസസ്മെന്റ്, പീർ അസസ്മെന്റ്, സെൽഫ് അസസ്മെന്റ്. അപ്പോൾ ഉത്തരം ഏതാണ്? ഫോർമാറ്റീവ് അസസ്മെന്റ് ആണ്. എന്താ ഫോർമാറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞ അർത്ഥം? ദ അസസ്മെന്റ് അണ്ടർ വിച്ച് ദ ടീച്ചർ ക്യാൻ ജഡ്ജ് ദ എബിലിറ്റി ഓർ ദി പൊട്ടൻഷ്യൽ ഓഫ് ദ സ്റ്റുഡൻറ്. അതാണ് പറയുന്നത് വൈൽ ടേക്കിംഗ് ദ ക്ലാസ്. അതായത് ഫോർമാറ്റീവ് അസസ്മെന്റ് ഡ്യൂറിങ് ദ ക്ലാസ് ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ സമേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് ദ എൻഡ് ഓഫ് എ യൂണിറ്റ് ചെയ്യുന്നതാണ് സമേറ്റീവ്. പീർ അസസ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ കൊളീഗ്സ് അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് പരസ്പരം ചെയ്യുന്നതാണ് പീർ അസസ്മെന്റ്. സെൽഫ് അസസ്മെന്റ് എന്ന് പറയുന്നത് സ്വയമാണ്. അപ്പോൾ ഇതില് ക്ലാസ് ആക്ടിവിറ്റി പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്നതിനെ ഫോർമാറ്റീവ് അസസ്മെന്റ് എന്ന് പറയും. അടുത്ത്, which out of the following will be an effective strategy to help learners who struggle to read? വായിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്കാർ, സ്ട്രഗിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, അങ്ങനെ ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്കാരെ നമ്മൾക്ക് എങ്ങനെ, സ്റ്റുഡൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ആസ്കിംഗ് ദ ലേണേഴ്സ് എ ഫ്യൂ ഇവാലുവേറ്റീവ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ ടെക്സ്റ്റ്. ഒരിക്കലും ഇവാലുവേറ്റീവ് ക്വസ്റ്റ്യൻസ് കൊടുത്തുകൊണ്ട് സ്ട്രഗ്ലിംഗ് മാറില്ല. പിന്നെ ആസ്കിംഗ് ദ ലേണേഴ്സ് ടു സ്കാൻ ദ ടെക്സ്റ്റ് ഫോർ ലൊക്കേറ്റിംഗ് സ്പെസിഫിക് ഇൻഫർമേഷൻ. ഒരു പ്രത്യേക ഇൻഫർമേഷന് വേണ്ടിയിട്ടല്ല, മൊത്തം സ്ട്രഗിൾ ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ആസ്കിംഗ് ദ ലേണേഴ്സ് ടു സ്കിം ദ ടെക്സ്റ്റ് ഫോർ ഗെറ്റിംഗ് എ ജനറൽ ഐഡിയ. ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് വേഗം വായിപ്പിക്കുക. സ്കിം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആക്കുക. അതും ഒരിക്കലല്ല. ആസ്കിംഗ് ദ ലേണേഴ്സ് ടു മാച്ച് എ ഫ്യൂ പിക്ചേഴ്സ്. ഏതാനും ചിത്രങ്ങളെ കറസ്പോണ്ടിങ് സെക്ഷൻ ഓഫ് ദ ടെക്സ്റ്റ്, ടെക്സ്റ്റിന്റെ ആ വരികളും ചിത്രമായിട്ടൊന്ന് കണക്ട് ചെയ്യുമ്പോൾ അവർക്ക് അതിനോടൊരു എന്താ പറയുക, കൊളാബറേറ്റീവ് ഐഡിയ കിട്ടുകയും അവർക്ക് വായന എളുപ്പത്തിലാക്കാനും പറ്റും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്.
അടുത്ത് they built the bridge across the river in 2001. The sentence can also be written without changing the meaning as എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം, റീറൈറ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. റീറൈറ്റ് ചെയ്യാൻ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആക്റ്റീവ് പാസീവ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദേ ബിൽട്ട് ദ ബ്രിഡ്ജ് അക്രോസ് ദ റിവർ ഇൻ 2001 എന്ന് പറയുമ്പോൾ ബിൽട്ട് എന്ന് പറയുന്നത് ഏതാണ്, V2 ഫോം ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റിനെ പാസീവിലേക്ക് ആക്കാനുള്ള ഫോം വാസ് ഓർ വേർ പ്ലസ് V3 എന്നാണ്. അപ്പൊ നമുക്ക് ഇതിൽ നോക്കാം, വാസ് ഓർ വേർ പ്ലസ് V3 ഏതാ വന്നിട്ട് വളരെ ഈസിയാണ്. ഓപ്ഷൻ ബി, ദ ബ്രിഡ്ജ് വാസ് ബിൽറ്റ് അക്രോസ് ദ റിവർ ഇൻ 2001. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസീവിലേക്ക് ആക്കാൻ വാസ് ഓർ വേർ പ്ലസ് V3. ഓക്കെ. അടുത്ത് they admire her the most. Which word out of the following is opposite in meaning to admire? അഡ്മയറിന്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് എന്താണ് വരുന്നത്? അഡ്മയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആദരിക്കുക, ബഹുമാനിക്കുക എന്നാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ്, ഡിറ്റസ്റ്റ് എന്നാണ്. അതായത് വളരെ അപമാനകരമായി പെരുമാറുക, ക്രൂവലായിട്ട് പെരുമാറുക, അതിനെ പറയുന്നതാണ് ഡിറ്റസ്റ്റ്. ഇനി ഹി റിമൈൻഡ്സ് മീ ഡാഷ് എ മാൻ ഐ മെറ്റ് എന്നാണ്. റിമൈൻഡ് എന്ന് പറയുന്ന വർബിന്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് എന്നാണ്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ട് ഓഫ് എന്ന് പറയുന്നത്. റിമൈൻഡ് ഓഫ് എന്ന് പറയുന്നത് എപ്പോഴാണ്, മെമ്മറി, അതായത് കഴിഞ്ഞു പോയൊരു കാര്യത്തെ ഓർമ്മപ്പെടുത്താണ്. ഇപ്പൊ റിമൈൻഡ് മീ ഓഫ് മൈ ചൈൽഡ്ഹുഡ് കണ്ടോ, ഇവിടെ റിമൈൻഡ് മീ ഡാഷ് എ മാൻ ഐ മെറ്റ്, കണ്ടൊരാളെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റിമൈൻഡ് ഓഫ് എന്ന് ചേർക്കുക. റിമൈൻഡ് എബൌട്ട് ഉണ്ട്, റിമൈൻഡ് എബൌട്ട് അതെപ്പോഴാ, അത് ഒരു ടാസ്കിൽ വരുമ്പോഴാണ് നമ്മൾ റിമൈൻഡ് എബൌട്ട്. ഉദാഹരണം, ഹി റിമൈൻഡ്സ് മീ എബൌട്ട് ദ ഡെഡ് ലൈൻ, ടാർജറ്റ്, അങ്ങനത്തെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ റിമൈൻഡ് എബൌട്ട് കൊടുക്കുക. ഇവിടെ വരിക റിമൈൻഡ് ഓഫ് എന്നാണ്. അടുത്ത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി വ്യൂഡ് ആസ് എ ഫീച്ചർ ഓഫ് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച്? ഈ പറയുന്നതിൽ ഏതാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ്? നമ്മൾക്കറിയാം കൺസ്ട്രക്റ്റിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൺ ദ ബേസിസ് ഓഫ് കൺസ്ട്രക്ഷൻ, അതായത് കൺസ്ട്രക്റ്റീവ് ആയിട്ട് ഒരു ഗ്രൂപ്പ് പഠിക്കുന്നതാണ് ഏത്, കൺസ്ട്രക്റ്റിവിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് അവരുടെ പ്രയർ നോളജും അവരുടെ എല്ലാ കാര്യത്തെയും അവർ ടോട്ടൽ ആൾ ടുഗദർ വെച്ച് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളാബറേറ്റീവ് ലേണിംഗ് എന്നാണ്. കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. പിന്നെ ഐ ഗോ ടു ദ സിനിമ വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് വളരെ അർത്ഥം ക്ലിയർ ആണ്. എന്താണ്, വെരി റയർ എന്നാണ് ഈ വൺസ് ഇൻ എ ബ്ലൂ മൂൺ, അതായത് ചില സമയങ്ങളിൽ മാത്രം, ഒക്കേഷണലി എന്നാണ് അർത്ഥം. പിന്നെ ദ ക്വസ്റ്റ്യൻ എ ടീച്ചർ ഈസ് എക്സ്പെക്റ്റഡ് ടു ആസ്ക് വൈൽ പ്രോസസിങ് എ റീഡിംഗ് പാസേജ് ഇൻ ദ ക്ലാസ് ആർ കോൾഡ്. അതായത് ഒരു ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിലുള്ള ചോദ്യത്തെ ഏതാണെന്ന് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഗ്ലോബൽ ക്വസ്റ്റ്യനോ WH ക്വസ്റ്റ്യനോ എസ്നോ ക്വസ്റ്റ്യൻ അല്ല, പിന്നെന്താണ്, സ്കാഫോൾഡിംഗ് ക്വസ്റ്റ്യൻ. എന്താ സ്കാഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിനെ മേക്കിംഗ് സിംപ്ലർ, ക്വസ്റ്റ്യനെ കൂടുതൽ സിമ്പിൾ ആക്കിയിട്ട്, ആ സിമ്പിൾ ആക്കിയ രീതിയിൽ ചോദിക്കുമ്പോൾ ആ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കുട്ടികൾക്ക് പറയാൻ പറ്റും. അതിനെയാണ് സ്കഫോൾഡിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുക. അടുത്ത് ലുക്ക് ഫോർവേഡ് ടു, ഇംഗ്ലീഷിലൊരു യൂസേജ് ആണ്. ലുക്ക് ഫോർവേഡ് ടു എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ വർബിന്റെ ING ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു. അപ്പോ അടുത്തത് ദ സെന്റൻസ് ഐ സോ ഗേൾ സിറ്റിംഗ് ഓൺ ദ പാർക്ക് ബെഞ്ച്. ശരിക്ക് ഈ സെന്റൻസിൽ റിട്ടൺ ബൈ എ ലേണർ, ഇത് ഏത് എറർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ എന്താണ് ശരിക്കും ഈ സെന്റൻസിൽ ആദ്യം നമുക്ക് നോക്കാം എന്താ തെറ്റ്. ഐ സോ ഗേൾ എന്ന് പറയാൻ പാടില്ല, ഐ സോ എ ഗേൾ എന്ന് പറയണം. അപ്പൊ ഇത് ഏത് എററാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനെ പറയുന്നതാണ് സിൻടാക്ടിക്കൽ എറർ എന്ന് പറയും. സിൻടാക്ടിക്കൽ എറർ എന്ന് പറഞ്ഞാൽ സിൻടാക്സ് അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സിലുള്ള തെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, സിൻടാക്ടിക്കൽ എറർ. മോർഫോളജിക്കൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മോർഫോളജിക്കൽ എറർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മോർഫിംസ്, അതായത് യൂണിറ്റ് ഓഫ് വേർഡ്സ് ആണ്.
ഇപ്പം നമ്മൾക്ക് അറിയാം സഫിക്സ്, അതുപോലെ തന്നെ പ്രിഫിക്സ്, ഇതൊക്കെ ജോയിൻ ചെയ്യുന്നതിനെ പറയുന്നതാണ് ഇൻ ദ മോർഫോളജിക്കൽ. ഇതല്ല. പിന്നെ ഫൊണോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാറ്റ് എന്നൊരു കാര്യത്തിനെ ഈ സി എന്നുള്ള പ്രൊനൗൺസിയേഷൻ മാറ്റിയിട്ട് ആറാക്കുക, അതായത് പ്രൊനൗൺസിയേഷൻ മാറ്റലാണ് ഫൊണോളജിക്കൽ. പിന്നെ ഫൈനലി ഏതാണ് തിമാറ്റിക്, ആശയത്തെ. ഇവിടെ ആശയമല്ല പറയുന്നത്. ഐ സോ ഗേൾ സിറ്റിംഗ് ഓൺ ദ പാർക്ക് ബെഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആശയം ക്ലിയർ ആണ്. പക്ഷെ അവിടെ എന്ത് ചേർത്തിട്ടില്ല, അവിടെ എ എന്നുള്ളൊരു കാര്യത്തെ ഒമിറ്റ് ചെയ്തു. അത് അറേഞ്ച്മെന്റിൽ വന്ന തെറ്റാണ്, സിൻടാക്ടിക്കൽ എറർ. അടുത്ത്, റിഷ ക്യാൻ റീഡ് എ ഫ്യൂ വേർഡ്സ് റിട്ടൺ ഓൺ എ ചാർട്ട് പേപ്പർ. ചാർട്ട് പേപ്പറിൽ കൊടുത്തിട്ടുള്ള ഏതാനും വാക്കുകൾ റിഷയ്ക്ക് വായിക്കാൻ അറിയാം. ബട്ട് ഷീ കനോട്ട് സ്പെൽ ദം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ സ്പെല്ല് ചെയ്യാൻ പറ്റുന്നില്ല. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്, അതായത് എന്തുകൊണ്ട് സ്പെല്ല് ചെയ്യാൻ പറ്റില്ല, അതിനെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിഫക്റ്റീവ് റീഡിങ്. അതായത് ഡിഫക്റ്റീവ് റീഡിംഗ് ഉള്ള ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. ഷീ ക്യാൻ റീഡ് എ ഫ്യൂ വേർഡ്സ് ബട്ട് കനോട്ട് സ്പെൽ ദം. സ്പെല്ല് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ഡിഫക്റ്റീവ് റീഡിങ്, ഡിസ്ലെക്സിയ എന്ന് പറയുന്ന ഒരു ഡിസബിലിറ്റിയെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഡിഫക്റ്റീവ് റീഡിങ്. ബാക്കി നമ്മൾക്കറിയാം എക്സ്റ്റെൻസീവ് റീഡിങ്, വ്യാപകമായ വായനയാണ്, അതൊരു എററല്ല. ഓർഗാനിക് റീഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ റീഡിംഗ് പ്രോപ്പറായിട്ടുള്ള രീതിയിലുള്ള റീഡിംഗ്, ഓർഗാനിക് റീഡിംഗ്, അതായത് ക്ലിയർ ആയിട്ടുള്ള റീഡിങ്ങിനെ പറയുന്നത്. ഗ്രാഫിക് എന്ന് പറഞ്ഞാൽ ചാർട്ട്, അതുപോലെ തന്നെ ഗ്രാഫ്, അങ്ങനത്തെ കാര്യത്തെ വായിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഡിഫക്റ്റീവ് റീഡിംഗ് ആണ്. ഇനി ഐ റൈറ്റ് അബൌട്ട് പീപ്പിൾ ഡാഷ് ഫോർച്ചുനേറ്റ് മീ. അപ്പോൾ ഞാൻ എങ്ങനത്തെ ആൾക്കാരെ കുറിച്ച് എഴുതാറ്, എന്നേക്കാളും കുറവ് ഫോർച്ചുനേറ്റ്. അപ്പോൾ ഒരു കമ്പാരിസൺ വരികയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, കമ്പാരിസണിൽ നമ്മൾക്ക് എന്താ വേണ്ടത്, ദാനാ വേണ്ടത്. പക്ഷേ ഇവിടെ ദാൻ മൂന്നെണ്ണത്തിൻ്റെ തന്നെ, ലെസ് ദാൻ ഉണ്ട്, ലീസ്റ്റ് ദാനും ഉണ്ട്, ലിറ്റിൽ ദാനും ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലെസ് എന്ന് പറയുന്നത് ഏത്, ലിറ്റിലിൻ്റെ കമ്പാരിറ്റീവ്, ഇത് കമ്പാരിസൺ ആണ്. ലിറ്റിലിൻ്റെ കമ്പാരിറ്റീവ് എന്താണ്, ലെസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്, ലെസ് ഫോർച്ചുനേറ്റ്, പിന്നെ ദാൻ മീ. കാരണം ഇവിടെ ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലത്തെ നൗണ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കണം അത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അവിടെ പറയുമ്പോൾ എപ്പോഴും നമ്മൾ കൗണ്ടബിളിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫ്യൂ, അൺകൗണ്ടബിളിന് വേണ്ടിയിട്ടാണ് ലിറ്റിൽ. അപ്പോൾ ലിറ്റിലിൻ്റെ ഫോമായിട്ടുള്ള ലെസ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. അടുത്ത, യു കാൺ മേക്ക് ആൻ ഓംലെറ്റ് വിത്തൗട്ട്. നിങ്ങൾക്കൊരു ഓംലെറ്റ് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. എങ്ങനെ, വിത്തൗട്ട് ഡാഷ് ദി എഗ്, ആ എഗ്ഗിനെ പൊട്ടിക്കാതെ. ബ്രേക്കിംഗ് എന്നാണ്. ബ്രോക്കൻ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞതാണ്, ബ്രോക്ക് എന്ന് പറഞ്ഞാലും പാസ്റ്റ് ആണ്. പിന്നെ V1 ഫോം ഒരിക്കലും ബ്രേക്ക് എന്ന് വരില്ല. അപ്പോൾ ഏതാണ് കറക്റ്റ്, ബ്രേക്കിംഗ് ദ എഗ്. അടുത്ത്, ഈഫ് ക്ലോസാണ് പറഞ്ഞിരിക്കുന്നത്. ഈഫ് ഐ ഡ്രോപ്ഡ് ദ ഗ്ലാസ് ഡാഷ്. ഈഫ് ഐ ഡ്രോപ്ഡ് എന്ന് പറയുമ്പോൾ ഏതാണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് വന്നാൽ നമ്മുടെ മെയിൻ ക്ലോസ് എങ്ങനെയായിരിക്കണം എന്നാ പറയുന്നത്, വുഡ് ഓർ ഷുഡ് പ്ലസ് V1. അപ്പോൾ വുഡ് ഓർ ഷുഡ് പ്ലസ് V1 എത്ര വരിക, ഇറ്റ് വുഡ് ബ്രേക്ക്. ഇഫ് ഐ ഡ്രോപ്ഡ് ദ ഗ്ലാസ് ഇറ്റ് വുഡ് ബ്രേക്ക്. കാരണം സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ നമ്മുടെ മെയിൻ ക്ലോസ് വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 ആണ് വേണ്ടത്. അടുത്തത്, ഡാഷ് ആൻഡ് ഇംഗ്ലീഷ് ടീച്ചർ ഹി റീഡ്സ് എ ലോട്ട്. ആയതുകൊണ്ട്, അപ്പോൾ ഏതാ വരിക, ബീയിങ് ആൻഡ് ഇംഗ്ലീഷ് ടീച്ചർ. ഉള്ളത് കൊണ്ട്, ഹാവിങ് അല്ല, ചെയ്തത് കൊണ്ട്, അങ്ങനെയല്ല. ബീന്റെ എക്സ്റ്റെൻഡഡ് ഫോം ആയിട്ടുള്ള ബീയിങ് വേണം. ഇനി വൈ ആർ യു ലേറ്റ് ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ്. റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. ഇതിനെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത്, വൈ ആർ യു ലേറ്റ്. വൈ ആർ യു ലേറ്റ് എന്ന് പറയുമ്പോൾ അത് ഏതാണ്, പ്രസന്റ് ആണ്. പ്രസന്റിനെ എന്താക്കണം, പാസ്റ്റ് ആക്കണം. ഒപ്പം തന്നെ എന്ത് നോക്കണം, WH ക്വസ്റ്റ്യൻ ആണോ യെസ് നോ ക്വസ്റ്റ്യൻ ആണോ നോക്കണം. WH ക്വസ്റ്റ്യൻ ആണ്. WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ കണക്ടിങ് വേർഡ് ആയിട്ട് അതേ WH ക്വസ്റ്റ്യൻ തന്നെ വരണം. അപ്പോൾ ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ് വൈ ഹി വാസ് ലേറ്റ് എന്നാണ്. എന്താ അങ്ങനെ കാരണം, വൈ വാസ് ഹി ലേറ്റ് എന്തുകൊണ്ടാവില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്വസ്റ്റ്യനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ അത് എങ്ങനെയായി മാറും, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറും. സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് കൊടുക്കേണ്ടത്, ദെൻ ആണ് ഓക്സിലറി. ഫസ്റ്റ് സബ്ജക്ട് ദെൻ ഓക്സിലറി ആണ്. അപ്പൊ ഇതിൽ നോക്കുക,
വൈ ഹി വാസ് ലേറ്റ് എന്നുള്ളതിൽ ആദ്യം സബ്ജക്റ്റും പിന്നെ ഓക്സിലറിയും വന്നു, അപ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ വൈ വാസ് ഹി ലേറ്റ് എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴും എന്തിനാ നിൽക്കുന്നത്? ക്വസ്റ്റ്യൻ ഫോമിലാണ്. പക്ഷെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ അത് സ്റ്റേറ്റ്മെന്റിലാവണം. സോ ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ് വൈ ഹി വാസ് ലേറ്റ്. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത്, ദ എഡിറ്റോറിയൽ ക്രിറ്റിസൈസ്ഡ് ദ ബ്രൂട്ടൽ മെഷേഴ്സ് ടേക്കൻ ബൈ ദ പോലീസ്. ദ വേർഡ് ബ്രൂട്ടൽ മീൻസ്, ഇവിടെ ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ക്രൂവൽ ആയിട്ടുള്ള, വളരെ സീവിയർ ആയിട്ടുള്ള. അതാണ് ഇവിടെ എക്സ്ട്രീംലി സീവിയർ. ഡിസ്ക്രിമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വിവേചനമാണ്, ഒരിക്കലും മാച്ച് ചെയ്യില്ല. അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാത്താണ്, വരില്ല. അൺബിലീവബിൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ ഏറ്റവും വരുന്നത് എക്സ്ട്രീംലി സീവിയർ. Meaning certain words are seen in blue color in presentation of a poem shown by you using a presentation software. നീല കളറിൽ നമ്മൾക്ക് ചിലപ്പോൾ എന്താണ് ഒരു പോയത്തെ പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു നീല കളർ കാണിക്കാറുണ്ട്. ഇത് എന്താ കാരണം? ആ വേർഡ്സ് അനിമേറ്റഡ് ആയതുകൊണ്ടാണോ? അല്ല. യു ഹാവ് യൂസ്ഡ് മാക്രോ ഇൻ ദ പ്രസന്റേഷൻ, അതുമല്ല. പിന്നെ എന്താണ്? ദോസ് വേർഡ്സ് ആർ ഹൈപ്പർ ലിങ്ക്ഡ് എന്നാണ്. എന്താ ഹൈപ്പർ ലിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ? അതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകും. ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഏതെങ്കിലും ഒരു നോവലിനെ ഹൈപ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ട്, ആ നോവലിൻ്റെ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഡ്രാമയെ ഹൈപ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ട്, അതിൽ ടച്ച് ചെയ്താൽ ആ ഡ്രാമയുടെ ഫുൾ ഡീറ്റെയിൽസ് വരും. അപ്പോൾ അതാണ് ഹൈപ്പർ ലിങ്ക്ഡ്. അടുത്ത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഗ്രാമാറ്റിക്കലി ആക്സെപ്റ്റബിൾ. ഇതിൽ ഏതാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത്? ഡിഡ് യു കെം, ഡിഡ് വന്നു കഴിഞ്ഞാൽ വർബിന്റെ V1 വരൂ, ഇവിടെ V2 വന്നു, ശരിയല്ല. ഡു യു കം, ഡു യു കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യെസ്റ്റർഡേ എന്ന് പറയുന്ന വാക്കിന് അവിടെ അർത്ഥമില്ല, അപ്പൊ അത് ശരിയല്ല. ഡിഡ് യു കം, ഡിഡ് വന്നു, V1 വന്നു, ദിസ് ഈസ് കറക്റ്റ് വൺ. ഡിഡ് യു കം യെസ്റ്റർഡേ. ഡു യു കെം, ഡു ഒരിക്കലും പ്രസന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. സോ ഡിഡ് യു കം യെസ്റ്റർഡേ, അതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഡിഡ് വന്നു കഴിഞ്ഞാൽ വെർബിന്റെ V1. യെസ്റ്റർഡേക്ക് വേണ്ടി ഒരിക്കലും ഡു ചേർക്കാൻ പാടില്ല. അടുത്ത്, രാഹുൽ കുഡ് നോട്ട് ടോളറേറ്റ് വാട്ട് ആവ്നി വാസ് സെയിങ്. കുഡ് നോട്ട് ടോളറേറ്റ് എന്ന് പറയുന്ന ഈ വാക്കിന് അനുയോജ്യമായ ഫ്രേഷ്യൽ വെർബ് എന്താണ്? പുട്ട് അപ്പ് വിത്ത് എന്നാണ്, സഹിക്കുക എന്നുള്ളതാണ്. രാഹുൽ കുഡ് നോട്ട് ടോളറേറ്റ് വാട്ട് ആവ്നി വാസ് സെയിങ്. ദ ഫ്രേഷ്യൽ വെർബ് ദാറ്റ് ക്യാൻ റീപ്ലേസ് ടോളറേറ്റ് ഈസ് പുട്ട് അപ്പ് വിത്ത്. പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സഹിക്കുക. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് എക്സ്റ്റിങ്ക്വിഷ് എന്നുള്ള അർത്ഥം പറയാം. അതുപോലെ തന്നെ പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ധരിക്കുക എന്ന് പറയാം. പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക എന്നൊക്കെ പറയാം. അതുകൊണ്ട് കറക്റ്റ് പുട്ട് അപ്പ് വിത്ത്. അടുത്ത്, ഓൾ ആർ ഹാപ്പി. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾ ആർ ഹാപ്പി എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്കിവിടെ ഓക്സിലറി ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, എന്താണ്? ആർ. ഓൾ എന്ന് പറയുന്നതിൻ്റെ പ്രൊനൗൺ ഫോം എന്താണ്? ദേ ആണ്. ഓക്കെ, അപ്പോൾ സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുക. ഓൾ ആർ ഹാപ്പി, അപ്പോൾ നമ്മൾക്ക് എന്താ വരിക? ആർ ഇൻഡ് ദേ. ദിസ് ഈസ് ദ കറക്റ്റ് വൺ. അപ്പോൾ നമ്മൾ ഇന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു. അതിൽ വരുന്ന പെഡഗോജി, അതുപോലെ തന്നെ അതിലുള്ള മറ്റെല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഗ്രാമാറ്റിക്കൽ ആയിക്കോട്ടെ കോംപ്രിഹെൻഷൻ ആയിക്കോട്ടെ നമ്മളത് ചെയ്തു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ്.